भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കഥാമയും ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈസ്ത്വദീയൈ. യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി. പ്രസീദാച്യുത മാരുതേശ. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം. വടസ്യ പത്രസ്യ പുടേശയാനം. ബാലം മുകുന്ദം മനസാ സ്മരാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 880 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം 28 അധ്യായത്തിൽ 10 ശ്ലോകത്തോടുകൂടി ഉദ്ധവൻ്റെ ചോദ്യത്തോടുകൂടിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. ആത്മാവിനെക്കുറിച്ചുള്ള ജ്ഞാനോപദേശം ചെയ്തുകൊണ്ടിരിക്കുന്ന പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ ആത്മാവ് മാത്രമാണ് നിത്യസത്യമെന്നും മറ്റുള്ളതൊക്കെ മായയുടെ വിഭ്രാന്തികളാണ് എന്നും അതുകൊണ്ട് ആത്മാവിനെ തിരിച്ചറിഞ്ഞ് ഈ ലോകം മുഴുവൻ ചുറ്റിസഞ്ചരിക്കണമെന്നും ഭഗവാൻ ഉദ്ധവനെ ഉപദേശിച്ചപ്പോൾ ഉദ്ധവൻ ചോദിക്കുകയാണ്, നൈവാത്മനോന്ന് ദേഹസ്യ സംസൃതിർ ദൃഷ്ടൃദൃശ്യയോഹോ അനാത്മസ്വ അദൃശോരീശ കസ്യ സ്യാതുപലഭ്യത്തെ. ഈശ, ഈശ്വര, ഭഗവാനെ വിളിക്കുകയാണ്. ദൃഷ്ടദൃശ്യയോഹോ, കാണുന്നവനും കാണപ്പെടുന്നതും, അനാത്മസ്വദൃശോ, ജഡവും ചേതനവുമായ, ആത്മനഃ, ആത്മാവിനും, ദേഹസ്യ, ദേഹത്തിനും, സംസൃതി, സംസാരം, ന ഘടത്തെ, ചേരുന്നില്ല. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. കസ്യ, ആർക്ക്, സ്യാതുണ്ടാകും, ഉപലഭ്യതയെ കാണപ്പെടും. ഇപ്പം ശ്രദ്ധിച്ചു ഉദ്ധവൻ ഭഗവാന്റെ വാക്കുകൾ. അങ്ങനെ ശ്രദ്ധയോടുകൂടി കേട്ടപ്പോൾ സംശയം ഉണ്ടായി അല്ലേ? അതുകൊണ്ടാണ് ഉദ്ധവൻ ചോദിക്കുന്നത്, ഈശ്വര, ആത്മാവ് സ്വപ്രകാശ സ്വരൂപനാണെന്ന് അവിടുന്ന് പറഞ്ഞു. സുഖദുഃഖ ബോധം, സുഖദുഃഖ ബാധ, അത് രണ്ടുമില്ലാത്തവനാണെന്ന് പറഞ്ഞു. എല്ലാത്തിനും സാക്ഷിയാണ് ആത്മാവ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആത്മാവിന് സംസാരമില്ല എന്ന് പറഞ്ഞു. ദേഹം
ജഡവും ആത്മാവ് കൊണ്ട് മിന്നുന്നതും സുഖദുഃഖാദികൾ സമ്പാദിക്കാനോ അനുഭവിക്കാനോ സാമർഥ്യമില്ലാത്തതുമാണെങ്കിൽ ദേഹത്തിനും സംസാരം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് പിന്നെ സംസാരം ആർക്കാണ് അനുഭവപ്പെടുന്നത്? ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ് എന്ന അനുഭവം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ലോകത്തെല്ലാവർക്കും അനുഭവവുമാണ്. അത് എന്തുകൊണ്ടാണ്? ആത്മാവ്യയോ ഗുണശുദ്ധ സ്വയം ജ്യോതിരനാവൃത അഗ്നിവദ്ദാരുവദചിത് ദേഹ കസ്യേഹ സംസൃതി. ആത്മാ അവ്യയ, ആത്മാവ് അവ്യയമാണ്, വ്യയമില്ലാത്തതാണ്, നാശമില്ലാത്തതാണ്. അഗുണ, ഗുണരഹിതനാണ്, നിർഗുണ പരബ്രഹ്മമാണ്. ശുദ്ധ, നിർമ്മലനാണ്, അമലനാണ്. സ്വയം ജ്യോതി, സ്വരാട്ട്, താനേ വിളങ്ങുന്നവനാണ്. അനാവൃത, ആവരണരഹിതനാണ്. അങ്ങനെയെങ്കിൽ അഗ്നിവത്, തീയുപോലെയാണ് ആത്മാവ്. ദേഹ, ദേഹോ ദാരുവത്ത്, മരം പോലെ. അചിത്ത് എന്ന് വെച്ചാൽ ചൈതന്യമില്ലാത്തതാണ്. ചിത്ത് എന്ന് പറഞ്ഞാൽ ചൈതന്യമുള്ളത്, അചിത് ചിത്തം ആ ചൈതന്യമില്ലാത്തത്. ഇഹ, ഈ ലോകത്തിൽ സംസൃതി കസ്യ, ഈ സംസാര ദുഃഖം പിന്നെ ആർക്കാണ്? ജനനം, വളർച്ച, ജര, മരണം തുടങ്ങിയ ആ ഷഡൂർമികൾ അത് ആത്മാവിനില്ല അല്ലേ? സത്വരജസ്തമോ ഗുണങ്ങളുടെ ചേർച്ചയോ അതുകൊണ്ടുണ്ടാകുന്ന പുണ്യപാപ കർമ്മ സംബന്ധമോ ഇല്ലാത്തതുകൊണ്ട് എന്നും നിർമ്മലമാണ്, അവ്യയമാണ്, നിത്യമാണ്. എന്നാൽ മറ്റൊരാളുടെ സഹായമില്ലാതെ പ്രകാശിക്കുന്നു, അന്യാപേക്ഷയില്ലാതെ പ്രകാശിക്കുന്നതാണ്. സ്വരാട്ട്, സ്വയം രാജത്തെ, സ്വയം ജ്യോതി. അപ്പോ ആത്മാവിനെ യാതൊന്നിനും മറയ്ക്കാനും സാധിക്കില്ല. അതുകൊണ്ട് ആത്മാവ് അഗ്നി പോലെ സ്വയം ജ്യോതിസാണ്. ശരീരം മരം പോലെ ചേഷ്ടയില്ലാത്തതാണ്. അറിയാനോ അറിയിക്കാനോ കഴിയാത്ത ജഡമാണ് ഈ ശരീരം. അങ്ങനെയെങ്കിൽ ജനന മരണ സുഖദുഃഖാദി ബന്ധം ആർക്കാണുള്ളത്? ആത്മാവിനും ഉണ്ടാവാൻ പാടില്ല, ദേഹത്തിനും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ അത് എന്നെ വല്ലാതെ പരിഭ്രമിപ്പിക്കുന്നു. എന്നെ അനുഗ്രഹിക്കണേ. ഉദ്ധവന്റെ അപേക്ഷ അതാണ്. ആർക്കും ഇല്ല എന്ന് ഉറച്ചോളൂ എന്നാണെങ്കിൽ അങ്ങനെ വിചാരിക്കാൻ സാധിക്കണില്ല. കാരണം എന്താ? സുഖദുഃഖാദ്യ അനുഭവം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ശരിയായത് അവിടുന്ന് ഉപദേശിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അജ്ഞാനികളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ധവന്റെ ഈ ചോദ്യമൊക്കെ. ജ്ഞാനമുള്ള ആളുകൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അറിവില്ലാത്ത സാധാരണ ആളുകളെ അനുഗ്രഹിക്കുക. തൻ്റെ ഈ ചോദ്യത്തിലൂടെ ഭഗവാൻ നൽകുന്ന മറുപടിയിലൂടെ ഈ ലോകത്തിനെ നേർവഴിക്ക് നയിക്കുക എന്നുള്ള ഉദ്ദേശമാണ് സജ്ജനങ്ങൾക്കുണ്ടാവുക. സജ്ജന അഗ്രേസരനായിരിക്കുന്ന ഉദ്ധവനും അത് തന്നെയാണ്. ഉദ്ധവന്റെ ഈ ചോദ്യം കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, യാവത് ദേഹേന്ദ്രിയ പ്രാണൈരാത്മന സന്നികർഷണം സംസാരഃ ഫലവാംസ്താവദപാർത്ഥോപ്യവിവേകിനഃ. ആത്മനഃ, ആത്മാവിന് ദേഹേന്ദ്രിയ പ്രാണൈഹി, ദേഹം, ഇന്ദ്രിയം, പ്രാണം എന്നിവയോടുകൂടി സന്നികർഷണം, ചേർച്ച, യാവത് താവത്, ഏതുവരെയുണ്ടോ അതുവരെ, അപാർത്ഥ അപി, അർത്ഥമില്ലാത്തവന് ആണെങ്കിലും, സംസാരഃ അവിവേകിനഃ ഫലവാൻ, സംസാരം അറിവില്ലാത്തവന് ഫലം ഉള്ളതായിട്ട് തോന്നും. ഉദ്ധവൻ സംശയിച്ചതിലൊരു തെറ്റുമില്ല. കാരണം ദേഹാദിഭാവങ്ങളെയും ആത്മാവിനെയും വേർതിരിച്ചറിയാത്ത ദോഷം കൊണ്ടാണ് സംസാരത്തിൽ ദുഃഖവും സുഖവും തോന്നുന്നത്. അത് ഭഗവാൻ ഉപദേശിക്കുകയാണ്. ആത്മാവിന് ഒന്നിനോടും സംബന്ധമില്ല. 5 ശ്ലോകങ്ങളെ കൊണ്ടാണ് ഭഗവാൻ ഈ രംഗത്തെ വർണ്ണിക്കുന്നത്. 5 ശ്ലോകങ്ങൾ. അപ്പൊ ആത്മാവിന് ഒന്നിനോടും സംബന്ധമില്ല എങ്കിലും അവിവേകികൾക്ക് ഈ യാഥാർത്ഥ്യം മനസ്സിലാവണില്ല. അതുകൊണ്ട് ദേഹേന്ദ്രിയാദികളോട് ആത്മാവിന് സംസാരം അല്ലെങ്കിൽ സംബന്ധം എത്ര കാലം ഉണ്ടെന്ന് വിചാരിക്കണോ അത്ര കാലം വരെ സുഖവും ദുഃഖവും ഉണ്ടാവും. അപ്പൊ സ്വപ്രകാശസ്വരൂപനായ ആത്മാവിന് അജ്ഞാനബന്ധം ഒരു സമയത്തും ഉണ്ടാവില്ല, ത്രികാലത്തിലും സംഭവിക്കില്ല. അതുകൊണ്ട് പരമാർത്ഥത്തിൽ സംസാരബന്ധമില്ല.
ശരീരത്തിന് ജഡമായതുകൊണ്ട് ഒരു ബോധവും ഉണ്ടാകുന്നില്ല. അങ്ങനെ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഉദ്ധവ അങ്ങ് പറഞ്ഞത് ശരി തന്നെയാണ്. സംസാരബന്ധം എന്നൊന്ന് ഇല്ല. അനാദിയായ വാസനയുടെ ആ പ്രവൃത്തി കൊണ്ട് ശരീരത്തിൽ ആത്മാഭിമാനം നിലനിൽക്കുമ്പോൾ ഈ തെളിവില്ലാത്ത അവിവേകികൾക്ക്, ആത്മാഭിമാനം നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് മനസ്സ് തെളിമയുള്ളതല്ലാതായിത്തീരുന്ന അവിവേകികൾക്ക് സംസാരം ഉണ്ട് എന്ന് തോന്നുന്നു. അത്രയേ ഉള്ളൂ. അർദ്ധേഹ്യവിദ്യമാനേവി സംസൃതിർന്ന നിവർത്തത്തെ ധ്യായതോ വിഷയാനസ്യ സ്വപ്നേനർത്ഥാഗമോ യഥ. അർദ്ധേ അവിദ്യമാനേ അപി, അർത്ഥമില്ലാത്തതാണെങ്കിലും വിഷയങ്ങളെ ധ്യാനിക്കുന്നവന് സ്വപ്നത്തിൽ അനർത്ഥാഗമഃ യഥാ, സ്വപ്നേ അനർത്ഥാഗമോ യഥാ, സ്വപ്നത്തിൽ അനർത്ഥപ്രാപ്തി എന്നതുപോലെ സംസാരം നിവർത്തത ഇല്ലാതെയാകുന്നില്ല. ഭഗവാൻ പറഞ്ഞതിൻ്റെ സാരം എന്താന്ന് വെച്ചാൽ, ഇല്ലാത്ത വസ്തു ഉള്ളതുപോലെ തോന്നുക. ഇത് ഒരു വസ്തു ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ തോന്നുന്നു എന്നാണെങ്കിൽ പറയാണ്, ആത്മാവിൽ ദേഹമനുഷ്യാദി ഭേദം വാസ്തവത്തിലില്ല. എങ്കിലും ഞാൻ മനുഷ്യനാണ്, ഞാൻ ദേവനാണ്, ഞാൻ മെലിഞ്ഞ ആളാണ്, ഞാൻ തടിച്ച ആളാണ്, ഞാൻ ഉയരമുള്ള ആളാണ്, ഞാൻ ഉയരം കുറഞ്ഞ ആളാണ്, ഇത് എൻ്റെ ബന്ധുക്കളാണ്, ഇതൊക്കെ എൻ്റെ ശത്രുക്കളാണ്. ഇങ്ങനെയുള്ള ചിന്ത എപ്പോഴാണ് ഉണ്ടാവുക? അത് ദേഹാനുഭാവത്തിൽ നിന്നാണ് ഉണ്ടാവുക. ഇങ്ങനെ ഈ ഭാവന നശിക്കാതിടത്തോളം കാലം സുഖദുഃഖമായ സംസാരം ഉള്ളതായിട്ട് തോന്നും. ഇതാണ് ബന്ധത്തിന് കാരണം. സ്വപ്നത്തിൽ സത്യത്തിൽ എല്ലാ ഇന്ദ്രിയങ്ങളും ലയിക്കുന്നു. ഒരു മുറിയുടെ ഉള്ളിൽ കിടക്കുന്നു, അയാൾ മാത്രമേ അവിടെയുള്ളൂ, മറ്റാരുമില്ല. എങ്കിലും പല പല സാധനങ്ങൾ കാണുകയും അതിൽ നിന്ന് സുഖവും ദുഃഖവും താൻ അനുഭവിക്കുന്നതായിട്ട് തോന്നുകയും ചെയ്യും. താനല്ലാതെ ഇതര വസ്തുക്കൾ വരിക പോവുകയോ ഒന്നും ഉണ്ടായിട്ടില്ല, അത് സ്പഷ്ടമാണ്. പക്ഷേ ഉറക്കത്തിലകപ്പെട്ടപ്പോൾ ആ സ്വപ്നത്തിൽ ഇല്ലാത്തതായിട്ടുള്ള പദാർത്ഥങ്ങൾ കൊണ്ട് ജീവന് സുഖദുഃഖങ്ങളുടെ അനുഭവം ഉണ്ടായി. ഇങ്ങനെയാണ് അല്ലേ? ഒരാളെ ആന കുത്താൻ വരുമ്പോൾ പേടിക്കണു അയാൾ. സത്യത്തിൽ അവിടെ ആനയുമില്ല, ഒന്നുമില്ല. പക്ഷെ അയാളിൽ ദുഃഖമുണ്ടാക്കാൻ അത് മതി. അതല്ലെങ്കിൽ അയാൾക്ക് ലോട്ടറി ടിക്കറ്റ് അടിച്ചു, അയാൾ ലോട്ടറി കണ്ടിട്ട് പോലുമില്ല, അല്ലേ? ഒരുപക്ഷെ മുമ്പ് എപ്പോഴെങ്കിലും കണ്ടതിൻ്റെ ഓർമ്മയിലാവാം. ചിലപ്പോൾ നമ്മൾ ഒരിക്കലും ഈ ജന്മത്തിൽ നമ്മൾ കാണാത്ത വസ്തുക്കളെ പോലും നമ്മൾ കാണും സ്വപ്നത്തിൽ, ഇല്ലേ? അപ്പൊ ഇതേപോലെ ജീവന് സുഖദുഃഖാദികളുടെ അനുഭവം തൽക്കാലം ഉണ്ടാകുന്നു. യഥാ ഹ്യപ്രതിബുദ്ധസ്യ പ്രസ്വാബോ ബഹ്വനർത്ഥഭൃൽ സയേവ പ്രതിബുദ്ധസ്യ നവൈ മോഹായ കൽപ്പതേ. അപ്രതിബുദ്ധസ്യ ഉണരാത്തവന് പ്രസ്വാപ സ്വപ്നം ബഹ്വനർത്ഥഭൃത് യഥ പലതരത്തിലുള്ള അനർത്ഥങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നു. സയേവ ആ സ്വപ്നം തന്നെ പ്രതിബുദ്ധസ്യ ഉണർന്നവനോ മോഹായ നവൈ കൽപ്പതേ അങ്ങനെയുള്ളൊരു മോഹം അയാൾക്ക് ഉണ്ടാക്കുന്നില്ല. അപ്പൊ സത്യമല്ലാത്ത സംസാരം സുഖദുഃഖാദികളെ ജനിപ്പിക്കുമെങ്കിൽ പിന്നെ എങ്ങനെയാണ് മോക്ഷം എന്നത് തോന്നുകയാണ്. സ്വപ്നത്തിൽ അനുഭവിച്ച അനേകമായിരിക്കുന്ന അനേകാനർത്ഥങ്ങൾ തൽക്കാലത്തിൽ ചിലപ്പോൾ സങ്കടങ്ങളൊക്കെ ഉണ്ടാക്കും, ഇല്ലേ? പക്ഷേ ഉണർന്ന ശേഷമോ അതിനെക്കുറിച്ച് ചിലപ്പോൾ നമുക്ക് ഓർക്കാൻ പോലും സാധിക്കില്ല. താൻ മാത്രമേ ഉള്ളതായുള്ളൂ. അതുകൊണ്ട് സ്വപ്നത്തിൽ കണ്ട മറ്റു പദാർത്ഥങ്ങൾ മിഥ്യയാണ് എന്ന് തോന്നലുണ്ടാവും. അതെപ്പോഴാണ് ഉണ്ടാവുന്നത്? ഉണരുമ്പോഴാണ്. ഉണരുമ്പോൾ നേരത്തെ ഉണ്ടായ മോഹം ഇല്ലാതെയാവും. അതുകൊണ്ട് അജ്ഞാനാവസ്ഥയിൽ സത്യമെന്ന് തോന്നുന്നത് ജ്ഞാനപ്രാപ്തിയിൽ അസത്യമെന്ന് തോന്നുന്നതിനും കാരണമാണ്. ഇപ്പോൾ ബന്ധനിവൃത്തിക്കും മോക്ഷപ്രാപ്തിക്കും ഒരിക്കലും ഇത് ഹാനിയല്ല എന്ന് പറയുന്നു. സംസാരം അജ്ഞാനത്തിൽ ബന്ധത്തിൽ അല്ലെങ്കിൽ സത്യമെന്ന് തോന്നുന്നു, ജ്ഞാനാവസ്ഥയിൽ അസത്യമെന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് ബന്ധനിവൃത്തിക്കും മോക്ഷപ്രാപ്തിക്കും ഇത് തടസ്സമാവണില്ല എന്ന്
ഭഗവാൻ ഉറപ്പിച്ച് പറയുന്നു. ശോക, ഹർഷ, ഭയ, ക്രോധ, ലോഭ, മോഹ, സ്പൃഹാദയ അഹങ്കാരസ്യ ദൃശ്യന്തേ ജന്മമൃത്യുശ്ച നാത്മനാ. ശോക, ഹർഷ, ഭയ, ക്രോധ, ലോഭ, മോഹ, സ്പൃഹാദയ. ഏതൊക്കെയാ? ശോകം, ഹർഷം സന്തോഷം, ഭയം, ക്രോധം, ലോഭം, മോഹം, സ്പൃഹ കൊതി. ഇങ്ങനെ ഈ വിഷയങ്ങളിലുള്ള അത്യാഗ്രഹം, ഇതിനാണ് സ്പൃഹ. അപ്പോൾ അങ്ങനെ അഹങ്കാരത്തിന് ദൃശ്യന്തേ കാണപ്പെടുന്നു. ജന്മഹ മൃത്യുച ആത്മനഹ എന്ന, ജനനവും മരണവും ആത്മാവിനില്ല. അപ്പൊ ദേഹാദികളിൽ ആത്മാവെന്നുള്ള തെറ്റായ ധാരണയുണ്ടാകുമ്പോൾ അതിന് പേരാണ് അഹങ്കാരം. ദുഃഖം, സന്തോഷം, ഭയം, ദേഷ്യം, ദുരാശ, തെറ്റായ ധാരണ, മോഹം, അതേപോലെ വിഷയങ്ങളിലുള്ള അത്യാഗ്രഹം, സ്പൃഹ, ഇതൊക്കെ അഹങ്കാരത്തിന്റെ ധർമ്മങ്ങളാണ്. ആത്മാവിന് ഇതൊന്നുമില്ല. കാരണം എന്താ? ആത്മാവിന് ജനനവും മരണവുമില്ല. ജനനവും മരണമുള്ള ആളുകൾക്കാണ് ഇതൊക്കെ തോന്നുന്നത്. അപ്പോ ഇതിന് സുഷുപ്തിയാണ് നമുക്കൊരു ദൃഷ്ടാന്തമായിട്ട് പറയാൻ സാധിക്കുക. സുഷുപ്തിയിൽ സാധാരണ ആളുകളും സമാധിയിൽ യോഗികളും ആത്മാവിൽ നിന്ന് ഭിന്നമായിട്ട് ഒന്നും കാണില്ല. സുഖസുഷുപ്തി അല്ലേ? ആനന്ദകരമായൊരവസ്ഥ, വേറൊന്നും അനുഭവിക്കണില്ല. സ്വപ്നത്തിൽ നമ്മൾ മറ്റു പലതൊക്കെ അനുഭവിക്കുന്നുണ്ട്, എന്നാൽ സുഷുപ്തിയിൽ ഗാഠനിദ്ര എന്ന് പറയുന്നു. ഇത് സുഷുപ്തി എന്ന നമ്മുടെ കാര്യത്തിലാണെങ്കിൽ യോഗികൾക്കോ അവർ സമാധിയിലും ഇതേ തലത്തിൽ തന്നെയാണ് ഇരിക്കുക. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, സുഷുപ്തിയിൽ സാധാരണക്കാരും സമാധിയിൽ യോഗികളും ആത്മാവിൽ നിന്ന് ഭിന്നമായിട്ടൊന്നും കാണുന്നില്ല. ഈ അവസ്ഥയിൽ അവർക്ക് ലൗകികമായ സുഖദുഃഖങ്ങളുടെ അനുഭവം തീരെയില്ല എന്നും അവിടെ പറയുന്നു. ദേഹേന്ദ്രിയ പ്രാണ മനോഭിമാനോ ജീവോന്തരാത്മാ ഗുണകർമ്മമൂർത്തി സൂത്രം മഹാനിത്യരുദേവ ഗീത സംസാര ആധാവതി കാലതന്ത്ര. ദേഹേന്ദ്രിയ പ്രാണ മനോഭിമാന, ദേഹം, ഇന്ദ്രിയം, പ്രാണൻ, മനസ്സ് ഇവയിൽ അഭിമാനത്തോടു കൂടിയ ഗുണകർമ്മമൂർത്തി, ഗുണകർമ്മങ്ങൾ കൊണ്ട് ആകൃതിയോടുകൂടിയിരിക്കുന്ന അന്തരാത്മാവ് തന്നെ ജീവൻ, അന്തരാത്മാവ് എന്ന് പറഞ്ഞു. ഇപ്പൊ ജീവനോ സൂത്രാത്മാവ്, മഹാൻ, മഹത്തത്വം എന്ന് ഉരുധ ഇവ പലതരത്തിൽ എന്നതുപോലെ പറയപ്പെടുന്നു. കാലതന്ത്ര, കാലത്തിന് കീഴടങ്ങി സംസാരത്തിൽ ആധാവതി, വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ സംസാരം അഹങ്കാരത്തിനാണെങ്കിൽ മുക്തിയും അഹങ്കാരത്തിന് തന്നെ അല്ലേ? അപ്പൊ അതുകൊണ്ട് മുക്താവസ്ഥയിലും അഹങ്കാരം ഉണ്ടായിരിക്കും എന്നുള്ള ശങ്ക ഇല്ലാതെയാക്കുകയാണ്. ദേഹം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, മനസ്സ്, ഇതിൽ അഭിമാനമുണ്ടായത് കൊണ്ടാണ് സ്വരൂപത്തെ, ആത്മസ്വരൂപത്തെ സ്ഫുരിക്കുന്നതിന് തടസ്സമുണ്ടായത്. സത്വം, രജസ്, തമസ്, ഈ 3 ഗുണങ്ങൾ കൊണ്ടുണ്ടാകുന്ന പുണ്യപാപകർമ്മ വാസനകളാകുന്ന സൂക്ഷ്മോപാധിയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ജീവൻ, സൂത്രാത്മാവ്, മഹത്തത്വം ഇങ്ങനെയുള്ള നാമങ്ങൾ കൊണ്ട് ഒരേ ഒരു അന്തരാത്മാവിനെ തന്നെ നമ്മൾ പലതായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഉരുധായിവ പലതരത്തിൽ എന്നതുപോലെ ഗീത പറയപ്പെട്ടു. ആ ജീവൻ കാലസ്വരൂപനായ പരമേശ്വരന്റെ അധീനത്തിലായിട്ട് കർമ്മഫലങ്ങളാകുന്ന സുഖദുഃഖാദികൾ അനുഭവിക്കാൻ ബാധ്യസ്ഥനായി മനുഷ്യാദി ശരീരങ്ങൾ എടുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. പുനരപി ജനനം, പുനരപി മരണം, അങ്ങനെ സർവത്ര സഞ്ചരിക്കുന്നു. അതുകൊണ്ട് മോക്ഷം ജീവന് തന്നെയാണ് എന്ന് ഭഗവാൻ ഉറപ്പിച്ച് പറയുന്നു. അമൂലമേതൽ ബഹുരൂപരൂപിതം മനോവച പ്രാണശരീര കർമ്മ ജ്ഞാനാസിനോപാസനയാശിതേന ചിത്വാ മുനിർഗാം
വിചരത്യ തൃഷ്ണ അമൂലം ബഹുരൂപരൂപിതം. മൂലമില്ലാത്ത, വേരില്ലാത്തതും ബഹുപ്രകാശത്തിൽ പ്രകാശിക്കപ്പെടുന്നു. ബഹുരൂപരൂപിതം. മനോവച പ്രാണ ശരീരകർമ്മ, മനസ്സ്, വാക്ക്, പ്രാണൻ, ശരീരം ഇവ കൊണ്ടുണ്ടാകുന്ന കർമ്മരൂപമായ ഏതത്ത്, ഇതിനെ, ഈ അഹങ്കാരത്തെ ഉപാസനയാ, ഉപാസന കൊണ്ട്, ശിതേന ജ്ഞാനാസിന, മൂർച്ഛയുള്ള അറിവാകുന്ന അസിന, വാളുകൊണ്ട്, ഛിത്വ മുറിച്ചിട്ട്, അതൃഷ്ണ തൃഷ്ണയില്ലാത്തവനായി, ആശയില്ലാത്തവനായി, മുനി ഗാം വിചരതി, ഭൂമിയിൽ സഞ്ചരിക്കും. ഭ്രമം കൊണ്ടാണ് കുറച്ചു കാലം ഉണ്ടെന്ന് തോന്നുന്നതും ജ്ഞാനോദയത്തിൽ നശിക്കുന്നതുമായ സംസാര വൃക്ഷം. ആ വൃക്ഷത്തിന് അമൂലം, വേരില്ല. എങ്കിലും പലവിധ ഭേദങ്ങളുടെ ഇരിപ്പിടമായതുകൊണ്ട് ശാഖോപശാഖകളായി വലിയൊരു വടവൃക്ഷം പോലെ ഇരിക്കുന്നു. അടിബലമില്ല, മുകളിൽ പടർപ്പ് അധികമുള്ളത് കൊണ്ട് ഇത് ഏറ്റവും നിസ്സാരമായിട്ടുള്ള ഒരു വൃക്ഷമാണ്. ആഴത്തിലേക്ക് വേരിറങ്ങിയാലേ അതിന് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് ഈ സംസാരം ഈ നിസ്സാര വൃക്ഷത്തിന് തുല്യമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. മനസ്സ്, വാക്ക്, പ്രാണൻ, ശരീരം ഇതുകൊണ്ട് പല കർമ്മങ്ങൾ നടത്തുന്നു. അങ്ങനെ അഹങ്കാരസ്വരൂപമായിരിക്കുന്ന ഈ സംസാര വൃക്ഷത്തെ എങ്ങനെ നമ്മൾ ഇല്ലാതെയാക്കണം? ഗുരുഭക്തി, ഈശ്വരസേവ, അങ്ങനെ സൂക്ഷ്മജ്ഞാനമാകുന്ന മൂർച്ചയുള്ള വാൾ കൊണ്ട് ഇതിനെ മുറിച്ചു കളഞ്ഞാൽ ആ വിഷയങ്ങളിൽ ആഗ്രഹമുണ്ടാവില്ല, ഒരു വിഷയത്തിലും ഉണ്ടാവില്ല. അപ്പോൾ ഒരിടത്ത് തന്നെ ഇരിക്കാനുള്ള ആവശ്യമില്ലാത്തത് കൊണ്ട് മുനി സ്വതന്ത്രനാവും, ഈ ഭൂമിയിൽ സഞ്ചരിക്കാൻ സാധിക്കുകയും ചെയ്യും എന്ന് പറയുന്ന 17ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ 18ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു.
ഞങ്ങൾ ആരതിയൊഴിയുന്നു, കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ
ത്വൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.